നമ്മൾ വീണ്ടും ആ വേദനിപ്പിക്കുന്ന കാഴ്ചകളിലേക്ക് തന്നെയാണ് പോകുന്നത്. ബാലരാമപുരത്ത് നിന്ന് രാവിലെ വന്ന വാർത്ത എല്ലാവരെയും ഞെട്ടിപ്പിക്കുകയും ഒരേ സമയത്ത് നമ്മുടെ നെഞ്ചുലയ്ക്കുകയും ചെയ്തതാണ്. 2.5 വയസ്സുകാരി ദേവേന്ദു ഇനി നമുക്കൊപ്പമില്ല. സ്വന്തം ചോരയാൽ തന്നെ അത്രമേൽ വേദന അനുഭവിച്ച് ആ പിഞ്ചു കുഞ്ഞു മടങ്ങുകയാണ്. ആ കുഞ്ഞിൻ്റെ സംസ്കാര ചടങ്ങുകൾ നടക്കുകയാണ്. ചേച്ചി 2 മക്കളായിരുന്നു. ചേച്ചി അവിടെയുണ്ട്. ഇതേ സമയത്ത് ഇവിടെ ഈ കുഞ്ഞിൻ്റെ സംസ്കാര ചടങ്ങുകൾ നടക്കുന്ന സമയത്ത് ഈ കുഞ്ഞിൻ്റെ കൊലപാതകത്തിൽ പ്രതികളായ കുഞ്ഞിൻ്റെ അമ്മയും കുഞ്ഞിൻ്റെ അമ്മയുടെ സഹോദരനും അതോടൊപ്പം തന്നെ കുഞ്ഞിൻ്റെ അച്ഛനും പോലീസ് സ്റ്റേഷനിലാണ്. അവരെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തിനാണ് ഈ 2.5 വയസ്സുകാരിയെ എന്ത് കാര്യത്തിനാണ് കൊന്നു കളഞ്ഞത്, ജീവനോടെ കിണറ്റിലേക്ക് എറിഞ്ഞ് എന്തിനാണ് കൊന്നു കളഞ്ഞത് എന്നറിയേണ്ടതുണ്ട്. ആ അന്വേഷണമാണ് അവിടെ പുരോഗമിക്കുന്നത്. കുഞ്ഞിൻ്റെ ചേച്ചിയെ അടുത്ത ബന്ധുക്കൾ ആശ്വസിപ്പിക്കുകയാണ്, സാന്ത്വനിപ്പിക്കുകയാണ്. ഈ 2 കുഞ്ഞുങ്ങൾക്കും താങ്ങാവേണ്ട, തണലാവേണ്ട കൈകൾ തന്നെയാണ് ആ സ്നേഹബന്ധം അറുത്തുമാറ്റിയത്. സ്റ്റെഫിൻ, കണ്ടു നിൽക്കാൻ കഴിയാത്ത കാഴ്ചകളാണ് അവിടെ. ആ ചേച്ചിയെ, ഈ ദേവേന്ദുവിൻ്റെ ചേച്ചിയെ എങ്ങനെ ആശ്വസിപ്പിക്കും, എന്തു പറഞ്ഞ് ആശ്വസിപ്പിക്കും എന്നറിയില്ല. ഒരുപക്ഷെ എന്താണ് സംഭവിച്ചത് പോലും ആ കുഞ്ഞ് അറിഞ്ഞു വരുന്നതേ ഉണ്ടാവുള്ളൂ. തീർച്ചയായിട്ടും ആര്യ, കാരണം ഈ ഒരു കാഴ്ച ആ മൂത്ത കുഞ്ഞിനുണ്ടാക്കുന്ന ഒരു മാനസിക ആഘാതം എത്രമാത്രമാണ് എന്ന് നമുക്ക് പറയാതെ തന്നെ അറിയാം. കാരണം അത്രയധികം വേദന ആ കുഞ്ഞു മനസ്സിലുണ്ട്. ഒപ്പം മറ്റ് സഹോദരങ്ങൾ, ഈ കുഞ്ഞിൻ്റെ ബന്ധുക്കളും അതോടൊപ്പം തന്നെ ബന്ധുക്കളുടെ മക്കളും, ചെറിയ കുട്ടികളൊക്കെ തന്നെ അവിടെ ഉണ്ട്. അവർ ഒന്നിച്ച് കളിച്ച് നടന്ന മറ്റ് കുട്ടികളൊക്കെ ഇവിടെ ഉണ്ട്. കരഞ്ഞുകൊണ്ട് അവർ നിൽക്കുകയാണ് അവരുടെ ദേവേന്ദുവിനെ കണ്ടുകൊണ്ട്. ഇപ്പോൾ അല്പസമയത്തിനകം തന്നെ മൃതദേഹം സംസ്കരിക്കുന്നതിന് വേണ്ടി താഴേക്കെടുക്കും. ഇപ്പോൾ നാട്ടുകാരും അതോടൊപ്പം മറ്റ് വിവിധ സംഘടനയിൽ നിന്നുള്ള ആളുകൾ പുഷ്പചക്രം അർപ്പിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഈ അമ്മയ്ക്കും അച്ഛനും ഒന്നും ഇല്ലാത്തൊരു സ്നേഹവും വാത്സല്യവുമൊക്കെ ഈ ബന്ധുക്കളും അതോടൊപ്പം തന്നെ നാട്ടുകാരുമൊക്കെ ആ കുഞ്ഞിനോട് കാണിക്കുമ്പോൾ യഥാർത്ഥത്തിൽ നമുക്ക് കണ്ണു നിറഞ്ഞു പോകുന്നൊരു കാഴ്ചകളാണ്. കാരണം രാവിലെ മുതൽ തന്നെ ആ നിൽക്കുന്ന പലരും രാവിലെ മുതൽ ആ വീട്ടിലെത്തുന്ന സമയം മുതൽ ആ കുഞ്ഞിനോട് ഒപ്പമുണ്ടായിരുന്നു. ആശുപത്രിയിൽ പോയപ്പോൾ ഒപ്പമുണ്ടായിരുന്നു. ആംബുലൻസിനെ അനുഗമിച്ചിരുന്നു. അവരൊക്കെയാണ് ഈ മൃതദേഹം ഏറ്റുവാങ്ങി ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നതും. മൃതദേഹം ഏറ്റുവാങ്ങിയത് അടുത്ത ബന്ധുക്കളും ഈ നാട്ടുകാരും അതോടൊപ്പം തന്നെ പൊതുപ്രവർത്തകരും ഒക്കെ ചേർന്നാണ്. അതിനുപോലും അച്ഛനും അമ്മയും ഒന്നും ഇല്ല എന്നുള്ളത് ഏറ്റവും വേദനിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ്. കുഞ്ഞിൻ്റെ ഒരു അടുത്ത ബന്ധുവാണ് എന്ന് തോന്നുന്നു. ഇപ്പോൾ ഈ വിവരം അറിഞ്ഞപ്പോൾ എത്തിയതാണ്. അങ്ങനെ വിവിധ സ്ഥലങ്ങളിൽ, ഇവർക്ക് പാറശാലയിലാണ് അച്ഛൻ താമസിക്കുന്നത്. അപ്പോൾ അവിടെയൊക്കെ ബന്ധുക്കളുണ്ട്. അവരൊക്കെ ഈ വിവരമൊക്കെ കേട്ടറിഞ്ഞുകൊണ്ട് പലരും ആ വീട്ടിലേക്കും ഇങ്ങോട്ടേക്കും ഒക്കെ എത്തുന്നുണ്ടായിരുന്നു. ഇപ്പോഴും അങ്ങനെ ആളുകൾ കാണുന്നതിന് വേണ്ടി വരുന്നുണ്ട്. അതിനുവേണ്ടി കുറച്ചു നേരം കൂടി ഏതായാലും പൊതുദർശനം ഉണ്ടാകുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനുശേഷം ഈ കാണുന്ന സ്ഥലത്തിന് തൊട്ടടുത്ത് തന്നെയാണ് അവരുടെ കുടുംബ വീടും. അതിനോട് ചേർന്നാണ് ഈ കുഞ്ഞിനെ സംസ്കരിക്കുന്നതിനുള്ള സ്ഥലവുമുള്ളത്. അവിടെ കുഴിയൊക്കെ എടുത്ത് എല്ലാ ഒരുക്കങ്ങളും അവിടെ പൂർത്തിയാക്കിയിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ ഇവിടെ നിന്നും മൃതദേഹം അങ്ങോട്ടേക്ക് കൊണ്ടുപോകും. തികച്ചും വേദനാജനകമായ കാഴ്ചയാണ്. കാരണം ആ മൂത്ത കുട്ടിയുടെ കണ്ണുകളിൽ നമുക്കത് കാണാൻ കഴിയും. ആ കുഞ്ഞിൻ്റെ കണ്ണീര് ഇതുവരെ തുറന്നിട്ടില്ല. കാരണം രാവിലെ നമ്മൾ ആ വീട്ടിലെത്തുമ്പോൾ അവൾ തളർന്നു കിടന്ന് ഉറങ്ങുകയായിരുന്നു. അതിനുശേഷം അടുത്ത ബന്ധുക്കളൊക്കെയാണ് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്. ഈ കുഞ്ഞു പ്രായത്തിൽ ആ മൂത്ത ചേച്ചി അനുഭവിക്കുന്ന ഒരു മാനസിക വ്യത അത് എത്രമാത്രമാണ് എന്നുള്ളത് ആ കണ്ണുകളിലുണ്ട്. ഏതായാലും ദുഃഖഭരിതമായ ഒരു അന്തരീക്ഷം തന്നെയാണ് യഥാർത്ഥത്തിൽ ഈ വീട്ടിലുള്ളത്. ഇതൊരു അടുത്ത ബന്ധുവിൻ്റെ വീടാണ്. അല്പസമയത്തിനകം തന്നെ ഇവിടെ നിന്നും സംസ്കരിക്കുന്നതിന് വേണ്ടി മൃതദേഹം താഴേക്ക് കൊണ്ടുപോകും. ഏറെ വേദനിപ്പിക്കുന്ന, നെഞ്ചുലയ്ക്കുന്ന കാഴ്ചകളാണ് ബാലരാമപുരത്ത്. ഇന്നൊരു പക്ഷേ മലയാളിയുടെ മനസ്സിൽ മുഴുവൻ വീട്ടിലുണ്ടാക്കിയ കാഴ്ചയും വാർത്തയും വിവരവുമാണത്. സ്വന്തം കുഞ്ഞിനെ 2 വയസ്സ് മാത്രം 2.5 വയസ്സ് മാത്രം പ്രായമുള്ള ഈ കുഞ്ഞിനെ എന്തിന് ഇത്രയധികം വേദനിപ്പിച്ചു? സ്നേഹിക്കേണ്ട, സാന്ത്വനിപ്പിക്കേണ്ട, ആശ്വസിപ്പിക്കേണ്ട, കരുതലാകേണ്ട കരങ്ങൾ തന്നെ ആ കുഞ്ഞിനെ എന്തിന് അത്രമേൽ വേദനിപ്പിച്ച് അതിക്രൂരമായി എന്തിന് കൊലപ്പെടുത്തി എന്നതിന് ഉത്തരം നമ്മുടെ മുന്നിൽ ഇപ്പോഴുമില്ല. പക്ഷേ വേദനകളില്ലാത്ത ഒരു ലോകത്തേക്ക് അവൾ പോവുകയാണ് എന്ന് മാത്രമേ നമുക്ക് ഈ ഘട്ടത്തിൽ ആശ്വസിക്കാൻ കഴിയുകയുള്ളൂ.
അച്ഛനോ അമ്മയ്ക്കോ അമ്മാവനോ ഇല്ലാതിരുന്ന സ്നേഹം എന്തായാലും ആ കുഞ്ഞിനോട് നാട്ടുകാർക്കുണ്ട്. അവിടെ ഇപ്പോൾ കൂടി നിൽക്കുന്നത് കൂടുതലും നാട്ടുകാർ തന്നെയാണ്. ഏറ്റവും അടുത്ത ബന്ധുക്കളായി കുഞ്ഞിന്റെ മൃതദേഹത്തിന് അരികിൽ വേണ്ട അമ്മയോ അച്ഛനോ ഒന്നും അവിടെ ഇല്ല. ഈ കുഞ്ഞിന്റെ കളിയോ ചിരിയോ ഒന്നും നേരിട്ട് കാണണമെന്നില്ല. ഒരൊറ്റ ഫോട്ടോയിൽ തന്നെ ആ കുഞ്ഞിനെ കണ്ടാൽ ഏറെ വാത്സല്യം തോന്നിപ്പിക്കുന്ന ഒരു മുഖമാണ്. എങ്ങനെ ഇത്രയും വലിയൊരു ക്രൂരത ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും വേദനിപ്പിക്കുന്ന, ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം. അമ്മാവൻ തന്നെയാണ് കൊന്നത് എന്ന് സ്വയം ഏറ്റെടുത്തിട്ടുണ്ട്. ഇപ്പോഴെന്തായാലും അന്വേഷണവും ചോദ്യം ചെയ്യലും ഒക്കെ പുരോഗമിക്കുകയാണ്. അനിയത്തിക്ക് എന്താണ് സംഭവിച്ചത് എന്നറിയാതെ, എന്തിനാണ് തൻ്റെ അനിയത്തിയെ കൊന്നത് എന്നറിയാതെ സഹോദരി അവിടെ കരഞ്ഞിരിക്കുന്നുണ്ട്. അടുത്ത ബന്ധുക്കളും നാട്ടുകാരും മാത്രമാണ് സാന്ത്വനിപ്പിക്കാനായി തൊട്ടടുത്തുള്ളത് ആ കുഞ്ഞിനോടൊപ്പം. എന്തായാലും സംസ്കാര ചടങ്ങുകൾ അവിടെ നടക്കുകയാണ്. മറ്റൊരു വശത്ത് ചോദ്യം ചെയ്യലും പുരോഗമിക്കുന്നുണ്ട്.